ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് നിന്ന് നിരവധി താരങ്ങൾ ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒഡീഷ എഫ് സിയിലേക്ക് 2 താരങ്ങൾ ചേക്കേറിയിട്ടുണ്ട്. നിഹാൽ സുധീഷ്, സച്ചിൻ സുരേഷ് എന്നിവരാണ് അവർ. നമുക്കറിയാം, TG പുരുഷോത്തമൻ ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ പരിശീലകനാണ്. അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മലയാളി താരങ്ങളെ സ്വന്തമാക്കുന്നത്. ഇപ്പോഴിതാ മുഹമ്മദ് അജ്സലിനെ കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് TGP ഉള്ളത്. അതായത് ഒഡീഷയ്ക്ക് അജ്സലിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ ഇത് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. അജ്സലിനെ സ്വന്തമാക്കാൻ TG പുരുഷോത്തമന് താല്പര്യമുണ്ട്. ഏതായാലും ഒഡീഷ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ വലിയ സാധ്യതകൾ അവശേഷിക്കുന്നു എന്നാണ് റെജിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അജ്സൽ ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാലിക്കറ്റ് എഫ് സിയുടെ ഉടമസ്ഥർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരായി കൊണ്ടുവന്നാൽ അത് അജ്സലിന് ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യത കുറവായിരിക്കും. അതല്ല, മാഗ്നം സ്പോർട്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥർ എങ്കിൽ അജ്സൽ ഒഡീഷയിലേക്ക് പോവാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഒഡീഷ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി മറ്റൊരു റൂമർ കൂടി നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ഇപ്പോൾ ഒഡീഷയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയുടെ ഗോൾ കീപ്പറായ അമരീന്ദർ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ അമരീന്ദർ സിംഗിന് ഒഡീഷയിൽ വലിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ സീസണിന്റെ അവസാന മത്സരങ്ങളിൽ ഒന്നും തന്നെ അമരീന്ദറിന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മോഹൻ ബഗാൻ, മുംബൈ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് അമരീന്ദർ സിംഗ്. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.